ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയും സച്ചിനെയാണ്. അങ്ങനെ രേവതിക്ക് നമ്മുടെ സച്ചി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയാണ്. രേവതിക്ക് പനിയാണല്ലോ. അങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നു. നമ്മുടെ രേവതി കഞ്ഞി കുടിക്കുന്നു. കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ നെറുകെ കയറാണ്. സച്ചി ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ നെറുകെ കയറിയപ്പം പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ തലയിൽ ഇങ്ങനെ തട്ടിയിട്ട് നീ ഇനി കുടിക്കണ്ട, ഞാൻ നിനക്ക് കോരി തരാന്ന് പറഞ്ഞ് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി കഞ്ഞിയൊക്കെ കുടിച്ച് തീർക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ഇത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇപ്പോഴത്തെ പനിയാണ്, എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ കഞ്ഞി കുടിക്കുകയാണ്. കാരണം വേറെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞായിരുന്നു അച്ഛാ കഞ്ഞി എടുത്ത് കുടിച്ചോണം, അടുക്കളയിൽ കിച്ചണിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ മോനെ സാരമില്ല, ഞാൻ കഞ്ഞി കുടിച്ചോളാം, ഇന്നത്തെ ഒരു ദിവസം കഞ്ഞി കുടിച്ചെന്ന് ഓർത്ത് കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ കഞ്ഞി ഒരു കുടിക്കുന്നു. ചന്ദ്രയ്ക്കാണ് ഭയങ്കര വിശപ്പ്, വിശന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റിട്ടില്ല, കിടക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ വിശപ്പ്. എന്ത് ചെയ്യാന്? നമ്മുടെ സച്ചി രേവതി ഉണ്ടാക്കി വെച്ച കഞ്ഞി കുടിക്കാന് തന്റെ അഭിമാനമൊട്ട് സമ്മതിക്കുന്നുമില്ല. പക്ഷെ രവീന്ദ്രനൊട്ട് കഞ്ഞി കുടിക്കുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് പുള്ളിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തില്ല കേട്ടോ വിശന്നിട്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ കഞ്ഞി എടുത്തോണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് കുടിക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ചന്ദ്രൻ നിന്ന് വെള്ളം ഇറക്കുകയാണ്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ കഞ്ഞി കുടിക്കുന്നില്ലേ? ആർക്ക് വേണം അവൻ ഉണ്ടാക്കിയ കഞ്ഞി? അല്ല നിനക്ക് രേവതി ഉണ്ടാക്കിയത് കഴിക്കാമല്ലോ, പിന്നെ സച്ചി ഉണ്ടാക്കിയത് നിനക്ക് കഴിച്ചാൽ എന്താ? അല്ല വേണമെങ്കിൽ നീ കഴിച്ചോ, എന്നാ 2 സ്പൂൺ തരട്ടെ? എനിക്ക് വേണ്ട. ആരോടാടി നിന്റെ വാശി? എനിക്ക് ആരോട് വാശിയില്ല, ഞാൻ ഇന്ന് പട്ടിണി കിടക്കാൻ പോവാ, അതിനു വേണ്ടിയാണല്ലോ നിങ്ങളുടെ മരുമകള് ഒന്നും ഉണ്ടാക്കാതെ പോയത്. എനിക്കൊരു അവാർഡ് തരണം. അല്ല എന്തിനാ ഇപ്പം രവിയേട്ടന് അവാർഡ് തരേണ്ടത്? അത് നിന്റെ കൂടി ഇത്രയും നാൾ ഞാൻ ജീവിച്ചില്ലേ, അതിന് എനിക്കല്ലേ അവാർഡ് തരേണ്ടത്? ഓ അത്ഭുതം തന്നെ രവീന്ദ്ര, നിനക്കിതെങ്ങനെ സാധിച്ചു? ദേ രവിയേട്ട വേണ്ട കേട്ടോ, രേവതി വന്ന് കയറി അന്ന് തുടങ്ങിയതാ അവളുടെ ഭാഗം ചേർന്ന് എന്നെ കളിയാക്കുന്ന ഈ അസുഖം. ഇതത്രയ്ക്ക് ശരിയല്ല കേട്ടോ. ഓ ഇനിയിപ്പൊ അവിടെ രേവതിക്ക് കുറ്റമാണോ? നിനക്ക് രേവതിനെ കുറ്റപ്പെടുത്താതെ ഉറക്കം വരില്ലേ? വരില്ല വരില്ല. അവള് വന്ന് കയറിയതോടുകൂടി എൻ്റെ ഉറക്കം പോയതാ. അവക്ക് പനിയൊന്നുമില്ല, ഹോസ്പിറ്റലിലേക്കെന്നും പറഞ്ഞ് കറങ്ങാൻ പോയതാ 2 പേരും. അവളിന്ന് വരട്ടെ, എന്നെ പട്ടിണിക്കിട്ട് അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടി എന്റെ പൊന്നു ചന്ദ്രൻ, നീ ആ പെങ്കൊച്ചിനെ വെറുതെ വിട്. നീയേ വിശന്നിങ്ങനെ നടന്നു, അത് പിന്നെ ഞാൻ വിശന്ന് നടക്കാരെ എന്റെ വിധിയെങ്കിലേ ഞാൻ വിശന്ന് തന്നെ നടന്നോളാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറുവാണ്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അല്ല കഞ്ഞി കട്ടു കുടിക്കാനാണോ അടുക്കളയിലേക്ക് കയറുന്നത്? എനിക്കും രേവതിക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാന്നാ തോന്നുന്നത്. ഇനിയിപ്പം അവിടെ കഞ്ഞി ഉണ്ടോന്ന് അറിയില്ല, പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ചിലപ്പം കാണുമായിരിക്കും. എടുക്കെടുക്ക, ബാക്കി എടുത്ത് കഴിച്ചോ എന്ന് പറയുക. എന്നിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുകയാണ് കേട്ടോ, പോകാതെ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചമ്മലൊന്നും വേണ്ട കേട്ടോ, പോ പോ പോ, ചെന്നെടുത്ത് കഴിക്ക്. വിശക്കുന്ന ആരുടെയും വയറ് വിശന്ന് കായാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ചെല്ല എടുത്ത് കഴിക്കുക എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഡോക്ടറിനെയൊക്കെ കാണിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടോ രേവതിനെ കൊണ്ട്. എന്നിട്ട് സച്ചി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, റെസ്റ്റ് വേണമെന്നാ പറഞ്ഞത്, വീട്ടിലെ ജോലി ഒന്നും ഇപ്പൊ നീ ചെയ്യേണ്ട, തൽക്കാലം റെസ്റ്റ് എടുക്കുക. അപ്പൊ വീട്ടിലെ ജോലി ആര് ചെയ്യും സച്ചിയേട്ടാ? അവിടെ ആൾക്കാരുണ്ടല്ലോ. അതെ, നീ അസുഖം കൂടി കിടന്നു പോയി കഴിഞ്ഞാൽ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ ഞാനെ നിന്നെ നോക്കാൻ കാണത്തുള്ളൂ, അതുകൊണ്ട് സ്വന്തം ശരീരം നോക്കുക. സ്ഥിരം കസ്റ്റമേഴ്സിന് പൂ കൊടുക്കാനായിട്ട് അമ്മയോട് വിളിച്ചു പറയാം. 3 ദിവസത്തിനാ മരുന്ന് എഴുതിയിട്ടുള്ളത്. മരുന്ന് ഭക്ഷണമൊക്കെ നല്ല കൃത്യമായിട്ട് കഴിക്കണം. നിനക്കേ മരുന്ന് കഴിക്കാൻ നല്ല മടിയാ. 1-2 നേരം കഴിച്ചു കഴിഞ്ഞിട്ട് പനി മാറി എന്ന് പറഞ്ഞിട്ടേ കാര്യമില്ല. ഇത് കളയാനും പാടില്ല കേട്ടോ, ഇത് കറക്റ്റ് കഴിച്ച് തീർക്കണം. വീട്ടിലെത്തിയ ഉടനെ മൂടി പുതച്ച് കിടന്നോണം. മുറി വിട്ട് പുറത്തിറങ്ങുന്നതിന്റെ ചെവിക്ക് ഞാൻ പിടിക്കും. അത് പിന്നെ മുറി കിടന്നിട്ടുണ്ടെങ്കിൽ അമ്മ വഴക്ക് പറയില്ലേ? ഒരാളും വഴക്ക് പറയില്ല. ഇനി വഴക്ക് പറഞ്ഞാല് അവരുടെ വായടപ്പിക്കാനേ എനിക്കറിയാം, ഈ സച്ചിക്കറിയാം. അതുകൊണ്ട് നീ അത് ഓർത്ത് പേടിക്കൊന്നും വേണ്ട, വാ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ അതായത് ശ്രുതിയുടെ മോനും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടെ വരുന്നത് കേട്ടോ. അപ്പം ആ കൊച്ചിന്റെ കണ്ണിന് എന്തോ പറ്റി. അപ്പം പെട്ടെന്ന് ആ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതി ഇത് കാണുക പെട്ടെന്ന്. ദേ അങ്ങ് നോക്കിയേ, അതെ ആദിമോനല്ലേ അത്? ആദിമോൻ എന്താ പറ്റിയത്? ആദിമോന്റെ ആന്റി ഉണ്ടല്ലോ കൂടെ. അതെന്താ സച്ചേട്ടാ? അതെല്ലോ അവരാണല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും രേവതിയും നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പെട്ടെന്ന്, ആന്റി എന്താ പറ്റിയത് ആന്റി? അത് പിന്നെ കാറിന്റെ മുമ്പിൽ ചെന്ന് വീണതാ.
കണ്ണിന് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് കാറ് ഇങ്ങനെ ഒച്ച വെക്കാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ. അപ്പം ഡോക്ടർ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ സ്ലിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ കാറിന് മുമ്പിൽ ചാടിയതാ, കണ്ണിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു, അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ കാണിക്കാൻ, അവിടെ ഇതിനുള്ള സൗകര്യം ഇല്ലത്ര എന്നും പറഞ്ഞാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ ആ ഒരു സ്ലിപ്പ് കൊടുക്കുന്ന, ആ ഒരു ചീട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് വേണ്ടത് ചെയ്യണം ഡോക്ടർ, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തത്. ഏതായാലും ഞങ്ങളൊന്ന് നോക്കട്ടെ, മുറിവ് ചിലപ്പം ആഴത്തിൽ കാണുമായിരിക്കും, ഏതായാലും ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ ഡോക്ടറെ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അപ്പൊ സച്ചി രേവതി അവിടെ ഉണ്ട് കേട്ടോ. ഏതായാലും രേവതി ആ ഒരു സമയത്ത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എല്ലാവരും വെളിയിൽ ഇറങ്ങി നിൽക്കണം, ഞങ്ങൾ കുട്ടീനെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ശ്രുതിയുടെ അമ്മേനെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ആന്റി കരയല്ല, ആന്റി അവിടെ ഇരിക്കുക, ആന്റി എന്തിനാ വിഷമിക്കുന്നത്, വിഷമിക്കേണ്ട, ആന്റി കരയാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചിയും പറയുന്നുണ്ട് കരയാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ സച്ചി ചോദിച്ചു, എങ്ങനെയാ ഇത് സംഭവിച്ചതെന്ന്. അത് പിന്നെ മോൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ഒരു കാറ് വന്നു, ആ കാറ് ബ്രേക്ക് പിടിച്ചില്ല, ബ്രേക്ക് പിടിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ മോന് പെട്ടെന്ന് വീണു, പിന്നെ എന്തോ പെട്ടെന്നൊന്ന് നിർത്തിയിട്ടാ പിന്നെ കാർ അങ്ങോട്ട് പോയത്, പിന്നെ കാറുകാരൻ നിർത്തിയതുമില്ല, പെട്ടെന്ന് പോയി. ഇവനൊക്കെ മനുഷ്യനാണോ? കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ? എൻ്റെ പൊന്നു മോനെ, എനിക്കറിയില്ല, ഞാൻ അത്രയും നേരം എൻ്റെ കുഞ്ഞിൻ്റെ പുറകെ ആയിരുന്നു. അടുക്കളയിലേക്ക് ഞാനൊന്ന് കണ്ണ് തെറ്റിപ്പോയി, അടുക്കളയിലേക്ക് കഞ്ഞി വെച്ചേക്കായിരുന്നു, അതൊന്ന് തിളച്ചു, അതൊന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോയതാ, അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ദേ കരയാതെ വിഷമിക്കാതെ, ഇത് നല്ല ഹോസ്പിറ്റല്, നല്ല ഡോക്ടറൊക്കെ തന്നെയാ, പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ആരും ഇല്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇത് നല്ല ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമ്മുടെ ആദ്യമോൻ ഒന്നും സംഭവിക്കില്ല, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ വിടുന്നത് വരെ ഞങ്ങൾ ഇവിടെ കാണുമായിരിക്കും. അതെ രേവതി, നീ വീട്ടിലേക്ക് പൊക്കോ, ചെന്ന് മെഡിസിൻ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്, ഞാൻ നിന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിടാം. അയ്യോ അതൊന്നും വേണ്ട സച്ചേട്ടാ, ഞാനും പോകുന്നില്ല, ഇവനെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ നീ പോകുന്നില്ല, ഇതേ ആന്റിയുടെ അടുത്ത് ഇരിക്കുക, നീയും ഒരുപാട് നടക്കുകയും തളരുകയും ഒന്നും വേണ്ട, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഗുളിക കഴിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയിട്ടോ. അപ്പൊ നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ കാര്യം ഓർക്കുകയാണ് ശ്രുതിയുടെ അമ്മ. എൻ്റെ ഈശ്വര, ഞാന് കുഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് എങ്ങനെ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവള് പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഇതിപ്പം വല്ലാത്ത പ്രശ്നമായി പോയല്ലോ എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ കാര്യം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധിയാണെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ്. അപ്പൊ കടയിൽ ഇങ്ങനെ സ്റ്റാഫുകളോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ച് പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും ഉള്ളത്. ബാക്കിയുള്ള നേരത്തെ ഉള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടല്ലോ. അപ്പൊ പുതിയ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിയും അവിടെ ഉണ്ട് കേട്ടോ. ശ്രുതിയും ഇപ്പം നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി അവിടെ ഉണ്ട്. തൽക്കാലം ബ്യൂട്ടി പാർലറിൽ ഒന്ന് ഡെവലപ്പ് ആയിട്ട് വരുന്നവരെ ബ്യൂട്ടി പാർലറിൽ പോകണ്ട എന്ന് ഓർത്തിട്ട് പുള്ളിക്കാരിയും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു കോള് വരിക. വേറെ ആരുമല്ല വിളിക്കുന്നത്, നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ് വിളിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട്, എന്താ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് ഫോൺ ചെയ്യരുതെന്ന്, എത്ര തവണ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? അത് പിന്നെ മോളെ, ഞാനിപ്പം മോളെ വിളിച്ചത് വേറൊന്നിനും അല്ല, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്, ഒന്ന് മനസ്സിലാക്ക്. ദേ എൻ്റെ പൊന്നമ്മ, ഞാനിവിടെ ഷോറൂമിലാണ് ഉള്ളത്, ഇവിടെ ശ്രുതിയുണ്ട്, അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ദേ കല്യാണി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഹോസ്പിറ്റലിലോ? എന്ത് പറ്റി? അത് ആദിക്ക് എന്താ പറ്റിയത്? അവനെ ഒരു കാറിന്റെ മുന്നിൽ പെട്ടതാ. അവന് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. റോഡിൽ വീണ പന്തെടുക്കാനായിട്ട് അവൻ പോയത്. അവന് അവിടെ ചെന്നപ്പോഴത്തേക്കും വണ്ടിയുടെ മുമ്പിൽ വീണു. അവന്റെ കണ്ണിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കണ്ണിന് മുകളിൽ വലിയൊരു മുറിവാ ഉള്ളത്. മുറിവ് കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് ഞരമ്പിനെയും ബാധിച്ചെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. അതാ ഞാൻ മോളെ ഇപ്പം വിളിച്ചത്. അല്ല, ഇപ്പൊ അമ്മ ഏത് ഹോസ്പിറ്റലാണ് ഉള്ളത്? അന്ന് എന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല ഒരു ഹോസ്പിറ്റല്, ആ ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത്. ഇങ്ങോട്ടേക്ക് നാട്ടിൽ നിന്ന് എഴുതി തരുമായിരുന്നു. നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്കും അവിടെ ഇതിനുള്ള സൗകര്യമില്ല, ഇവിടെ കാണിക്കാനാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എഴുതി തന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നു കേട്ടോ. ശ്രുതി വന്നിട്ട്, അതെ ശ്രുതി, നീ എവിടെ എന്ത് ചെയ്യുക? ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണോ? ദേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, ബാ എന്ന് പറഞ്ഞ് ആ ഒരു കസ്റ്റമറിനെയും കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കോളിലായിരുന്നു. അതാ എന്താ ശ്രുതി? അത് പിന്നെ ദേ ഇത് നമ്മുടെ കസ്റ്റമറാ, ഇദ്ദേഹം നമ്മൾ സെയിൽ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ്റെ ഡീലറാട്ടോ. സാർ ദേ ഈ ബിസിനസ് ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഭാര്യയാണ് കേട്ടോ. അതെ ശ്രുതിയുടെ ഫുൾ സപ്പോർട്ടും ഉണ്ട് എനിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, നിങ്ങൾ രണ്ട് സംസാരിക്കും, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് മാറിപ്പോയിട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ അയാളെ എല്ലാം പരിചയപ്പെടുത്താണ്. അപ്പോഴത്തേക്ക് ശ്രുതി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അമ്മേ ഞാൻ ഇപ്പം വരാം. അയ്യോ മോളിപ്പം ഇങ്ങോട്ടേക്ക് വരണ്ട, അതെ ഇവിടെ രേവതിയും സച്ചിയും ഉണ്ട്. രേവതി സച്ചിയോ? അപ്പൊ എന്തിനാ അമ്മ രേവതിനെ സച്ചിനെ വിളിക്കാൻ പോയത്? അയ്യോ ഞാൻ വിളിച്ചതല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ രേവതി സച്ചി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ അവർ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന പ്രശ്നമാ. ഓ ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞായിരുന്നു കേട്ടോ, എന്തെങ്കിലും പറഞ്ഞ് അവരെ പറഞ്ഞ് അവിടെ നിന്ന് വിടണം, കാരണം എനിക്ക് ആദ്യനെ കാണണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അമ്മ പരമാവധി നമ്മുടെ രേവതിനെ സച്ചിനെ പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോകണ്ടേ, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ, സാരമില്ല, ഞാൻ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്, അതുകൊണ്ട് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി സച്ചിൻ പോകാൻ കൂട്ടാക്കുന്നില്ല, കാരണം അങ്ങനെ ഇട്ടിട്ട് പോകില്ലല്ലോ. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ബിസിനസ് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓരോന്ന് ആ സ്റ്റാഫിനെ അല്ല സോറി, ഒരു കസ്റ്റമർ, ഒരു ഡീലർ വന്നു, അവരിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിക്ക് മുങ്ങുകയും ചെയ്യണം. അവിടെ നിന്ന് മുങ്ങണമെങ്കിൽ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എനിക്ക് ആദ്യനെ കാണുന്ന ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ഇനിയിപ്പം ശ്രുതിയോട് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങും? സച്ചി രേവതിയാണെങ്കിൽ ഹോസ്പിറ്റലിലുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെപ്പാടെ പ്രശ്നമായല്ലോ. ഇനി ചെല്ലുമ്പോൾ രേവതി സച്ചി ഉണ്ടെങ്കിൽ അതും വലിയ പ്രശ്നമാകും. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് ആ ഡീലറിനോട്, അതെ ഞങ്ങളുടെ കടയിൽ നിന്ന് വാഷിംഗ് മെഷീൻ മേടിക്കുമ്പം ഒരു 1000 രൂപയുടെ ഒരു കെറ്റിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിങ്ങളുടെ കമ്പനിയുടെ വക എന്തെങ്കിലും ഒരു ഓഫർ ഞങ്ങൾക്ക് തരണം കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ സാരമില്ല, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡീലർ ഇറങ്ങുകയാണ്. അപ്പം അവരൊക്കെ ഒത്തിരി അതായത് അവർ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ എടുക്കുന്നവരാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ, ആ ഒരു ഡീലർ അങ്ങ് പോയപ്പം. എന്നിട്ട് പറഞ്ഞു, അതെ ശ്രുതി, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ മാത്രം വിശ്വസിച്ച് നമുക്ക് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ വലിയ കമ്പനീസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ് എന്നിവിടങ്ങളിലൊക്കെ ഉള്ള ഓർഡർ നമ്മൾ പിടിക്കണം. അതെങ്ങനെ പറ്റും? അതങ്ങനെ പെട്ടെന്ന് ചെന്നാലൊന്നും ഓർഡർ കിട്ടില്ല. ആദ്യം അവർക്ക് നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെന്റ് കൊടുക്കണം. മനസ്സിലായോ? അധികം വിലയില്ലാത്ത കെറ്റിൽ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി. അയ്യോ കെറ്റിലൊക്കെ ആകുമ്പം അതൊന്നും സാരമില്ല, ഒരു സ്ഥാപനത്തിൽ ഒരു 10-15 എണ്ണം കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ചെയ്താൽ അവർക്ക് ആവശ്യമുള്ള വലിയ പ്രോഡക്ട്സ് അവർ നമ്മുടെ ഷോറൂമിൽ നിന്ന് മേടിക്കും. ശരിയാണല്ലോ ശ്രുതി കറക്റ്റ് ആണല്ലോ. ഇതൊരു ബിസിനസ് ട്രിക്കാ ശ്രുതി. അത് കൊള്ളാം, ഏതായാലും ശ്രുതി നിന്റെ ഐഡിയ കൊള്ളാം. എന്നാ പിന്നെ നമുക്ക് ഒരാളെ വെക്കാം, അവര് ഇതൊക്കെ ചെയ്തോളൂല്ലോ. വേണ്ട, നമ്മൾ ഒരാളെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ശമ്പളം കൊടുക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ഞാൻ ചെയ്തോളാം, എന്തിനാ വെറുതെ, ഞാൻ ഇപ്പൊ തന്നെ പോകാം, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. അത് നല്ല ഐഡിയ ആണല്ലോ. എന്റെ ശ്രുതി, നിന്റെ ആത്മാർത്ഥത ഞാൻ സമ്മതിച്ചു. അതെ പാർലറിൽ ഇന്ന് വർക്ക് കുറവാ, ഇവിടെ അടുത്ത് ചില ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് കെറ്റിൽസ് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം, അവിടെ പരിചയപ്പെടുത്താം. മാനേജരോട് സംസാരിച്ച് ഇന്ന് തന്നെ ഓർഡർ എടുക്കാൻ നോക്കാം. എങ്ങനെയുണ്ട്? എന്റെ പൊന്നു ശ്രുതി, നിന്റെ ഐഡിയ, നിന്റെ തല ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇത് എവിടെന്നാ നിനക്ക് ഈ ഐഡിയ ഒക്കെ കിട്ടുന്നത്? എന്റെ തലയിൽ ഉള്ളതിനേക്കാൾ ഐഡിയാസ് നിന്റെ തലയിലുണ്ട്. ഇങ്ങനെ നിന്റെ തല ഉപയോഗിച്ചാലേ 1 വർഷത്തിനകം നമ്മൾ ഇതുപോലെ വേറൊരു ഷോറൂം കൂടെ ഓപ്പൺ ചെയ്യും. അതെ ശ്രുതി, നമുക്ക് ഓപ്പൺ ചെയ്യാം. ശ്രുതി വെൽഡൻ, ശ്രുതി വെൽഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ അങ്ങ് പൊക്കി വിടാണ് കേട്ടോ. അവിടെ നിന്ന് മുങ്ങാൻ വേറൊരു മാർഗവും ഇല്ല നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും ശ്രുതി ചിന്തിക്കുക, ഏതായാലും രേവതി സച്ചി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടാല് കെറ്റില് കൊടുക്കാനാണെന്ന് പറയാം. കെറ്റില് കൊടുക്കാനാണെന്ന് പറഞ്ഞ് വാർഡിൽ കയറി ആദ്യനെ കാണാം. തിരിച്ചു വരുമ്പോൾ കെറ്റിൽസ് ഒക്കെ മീരയുടെ വീട്ടിലും വെക്കാം എന്നൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇവിടുന്ന് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ട് പറയാണ്, പേടിക്കാനൊന്നുമില്ല, ഞരമ്പിനെ ഒന്നും മുറിവ് ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ടി വരില്ല എന്ന് ഡോക്ടർ വന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ആശ്വാസമാവുക. അങ്ങനെ ശ്രുതിയുടെ അമ്മ ഇനി എങ്ങനെയെങ്കിലും രേവതിനെ സച്ചിനെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് രേവതിയോടും സച്ചിയോടും, ഇനിയിപ്പം ഇത്രയൊക്കെ ആയില്ല, ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും നിങ്ങൾ വന്നത് വലിയ ഉപകാരം, നിങ്ങൾ ഈ ഒരു സമയത്തുള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി സമാധാനമായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ പോകുവാണെങ്കിൽ പൊക്കോ, മോക്ക് വയ്യല്ലോ, ഇതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടോ?
അല്ല കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അവനെ നോക്കാൻ ഞാൻ മതി. അതാ പറഞ്ഞ ബുദ്ധിമുട്ടാക്കണ്ടാന്ന്. ഏയ് വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും തനിയെ വിട്ടിട്ട് എനിക്ക് പോകാൻ കഴിയും ആന്റി. അവനെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും നിങ്ങളുടെ കൂടെ. അല്ല, രേവതിക്ക് സുഖമില്ലാത്തതല്ലേ, ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാലേ ക്ഷീണം കൂടില്ലേ, നിങ്ങൾ ചെല്ല്. ഏയ് സാരമില്ലെന്നേ ആന്റി, ഞാൻ ഗുളിക കഴിച്ചില്ലേ, എനിക്കിപ്പോ പനിയൊക്കെ കുറവുണ്ട്, അതുകൊണ്ട് ആന്റി പേടിക്കൊന്നും വേണ്ട, എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്നോളാം, ഒരു പ്രശ്നമില്ല ആന്റി എന്ന് പറയുക. ആകെപ്പാടെ പെട്ടുപോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക. ഇങ്ങ് വന്ന് സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കാര്യം പറയാനായിട്ട്. അപ്പം ശ്രുതിയുടെ അമ്മ ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, ഇനി ഞാൻ ശ്രുതി വരുമ്പോ എന്താ പറയുക, ശ്രുതിക്ക് കാണാൻ പറ്റില്ലേ അവനെ, ഇതാകെപ്പാടെ കുഴപ്പത്തിലായല്ലോ എന്ന്. ഈ സമയമാണ് നമ്മുടെ ശ്രുതി വരുന്നത് കേട്ടോ. ശ്രുതി കെറ്റിലൊക്കെ ആയിട്ട് വരികയാണ്. കാരണം കെറ്റിൽ അവിടെ കൊണ്ടുവന്ന് അവിടെയുള്ള മാനേജറെ പരിചയപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് പുള്ളിക്കാരി. ഇതിനിടയ്ക്ക് നമ്മുടെ ആദീനെ കാണാൻ പറ്റൂല്ലോ. അങ്ങനെ വെപ്രാളപ്പെട്ടാട്ടോ പാവം ഓടിപ്പിടിച്ച് വരുന്നത്. ഏതായാലും സ്വന്തം കുഞ്ഞാണല്ലോ, അതിന്റെ ഒരു വെപ്രാളം കാണുമല്ലോ. അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രുതി വന്ന് നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്നും ഇടുന്ന പോലെ നയനയുടെയും ആദർശിന്റെയും വിശേഷമാണ് കേട്ടോ ഇടുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ വിശേഷമായിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് മറക്കരുത്.